പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടം, ഒരു വലിയ ഭാരം, അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഫുഡ്. കുറേ സമയം നിങ്ങൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്ത് അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് നിങ്ങളത് എത്രമാത്രം ടേസ്റ്റി ആക്കിയിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഉണ്ടാക്കാമെന്ന് ഒരുപാട് ആലോചിച്ച് നിങ്ങൾ ചെയ്ത ഫുഡായിരിക്കാം. അതേപോലെ നിങ്ങൾ അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. എന്നാൽ ആ കാര്യത്തെ പറ്റി ആരും ശ്രദ്ധിക്കാതെ, നിങ്ങൾ നല്ല ഫുഡാണ് ഉണ്ടാക്കിയെന്ന് പോലും ആരും ഒന്നും മൈൻഡ് ചെയ്യാതെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ കൂളായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദന. നിങ്ങൾ ഒരു അപ്രിസിയേഷൻ ആഗ്രഹിച്ചിരിക്കാം. അപ്രിസിയേഷന് പകരം അവർ നിങ്ങളോട് ഇങ്ങനെ പറയുമായിരിക്കും, കുറച്ചും കൂടെ ഉപ്പിട്ടിരുന്നുവെങ്കിൽ ഇത് ഒന്നും കൂടെ നന്നായിരിക്കാം എന്ന്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നില്ലേ? കാരണം നിങ്ങൾ എത്രമാത്രം അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു, അത്രയും പാഷനോടുകൂടെ, അത്രയും ഒരു ഇൻട്രസ്റ്റോട് കൂടെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫുഡാണ്. പക്ഷേ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഒരു ദിവസം പോലും കൂടുതൽ റെസ്റ്റ് എടുക്കാതെ രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വരെയും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന് മാനേജർ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടാവാം. അതൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ കുട്ടികൾക്കും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി പകലന്തിയോളം വർക്ക് ചെയ്തിട്ടോ ഈ സാധനം കൂടെ വാങ്ങാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു വാങ്ങേണ്ടത്, ഇന്ന കടയിൽ നിന്ന് വാങ്ങാമായിരുന്നല്ലോ എന്നുള്ള ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാരം. എത്രമാത്രം വർക്ക് ചെയ്താലും നിങ്ങളുടെ ഫാമിലിക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും കൂടുതലായിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് ആവശ്യമായ ഒരു ബഹുമാനമോ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു വാല്യൂവോ അവർ തരാതെ പോകുമ്പോഴുള്ള വേദന നിങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുമ്പോൾ വീണ്ടും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ എന്ത് ചെയ്താൽ ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു വാലിഡേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അപ്രിസിയേഷൻ വരും ഒരു കംപ്ലൈന്റ് ആണ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടോടു കൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ ഒരു തോന്നൽ, ഈ വേദന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാലിഡേഷൻ, ആ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ട് വളർന്നത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെയോ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവനല്ല, നിങ്ങൾ പര്യാപ്തനല്ല, നിങ്ങൾക്ക് അതൊന്നും അറിയില്ല എന്നുള്ള ഒരു സെന്റൻസ് ആയിരിക്കാം. അതായത് യു ആർ നോട്ട് ഇനഫ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ കേട്ട് വളർന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് അത് ഏറ്റെടുക്കുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവർ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുകയില്ല. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതിൽ നിന്നും ഐ ആം ഇനഫ് എന്ന് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അപ്രിസിയേഷനോ അല്ലെങ്കിൽ വാലിഡേഷനോ റെസ്പെക്റ്റോ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങൾ പര്യാപ്തനായ വ്യക്തിയാണ്, നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ അപ്രിസിയേഷന് അവിടെ ഒരു എഫക്റ്റ് ഇല്ല. ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള ആ ഐഡന്റിറ്റി മാറ്റി ഐ ആം ഇനഫ് എന്നുള്ള ആ ഐഡന്റിറ്റിയിലേക്ക് വരുവാൻ ഈസിയായ കാര്യം അല്ല. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഇത് ശ്രദ്ധിക്കുക. കേട്ടതിന് ശേഷം ഒരു 30 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുക. ഈ 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ശരീരം പതുക്കെ റിലാക്സ് ആക്കുക. എന്നിട്ട് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഒരു ആഴമേറിയ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മന്ദഗതിയിൽ ആ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മന്ദഗതിയിൽ പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ ശ്വാസം വെളിയിലേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും, എത്രമാത്രം ചെയ്താലും ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ എന്നുള്ള ഒരു ഫീല് ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു വേദന, ആ ഒരു ഹെവിനെസ്
ഇപ്പോൾ അത് ഫീൽ ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ ഒന്നും മാറ്റാൻ ശ്രമിക്കണ്ട, ഒന്നും സപ്രസ് ചെയ്യണ്ട. ജസ്റ്റ് ഒബ്സർവ്, ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾക്കൊരു 7 or 8 വയസ്സുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നുവോ അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. ആ കുഞ്ഞ് എന്താണ് കേട്ടത്? നിനക്ക് കഴിയില്ല എന്നുള്ളതാണോ? നീ മതിയായ വ്യക്തി അല്ല എന്നുള്ളതാണോ? നീ എന്തൊക്കെ ചെയ്താലും ശരിയാവുകയില്ല എന്നുള്ളതാണോ? ഇപ്പോൾ പതുക്കെ നിങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്തേക്കൊന്ന് പോവുക. ആ കുഞ്ഞിനെ പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി, ആ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പറയുക, എനിക്ക് നിന്നെ കാണാം, നിനക്ക് വേദനയുണ്ടെന്ന് എനിക്കറിയാം, ഇപ്പോൾ ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ ഇനിയും നിന്നെ വിട്ടു പോവുകയില്ല, നിന്നെ ഞാൻ അവഗണിക്കുകയില്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. എന്നിട്ട് വീണ്ടും പറയുക, ഐ ആം ഇനഫ്, ഞാൻ പര്യാപ്തനാണ്, ഞാൻ സേഫാണ്. നിങ്ങൾ ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഞാൻ സ്നേഹത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുക. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ, അപ്രിസിയേഷൻ വേണം എന്ന് വിചാരിക്കുന്ന ആ ആഗ്രഹം ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു, ഞാൻ വെളിയിലേക്ക് വിടുന്നു എന്ന് പറയുക. വീണ്ടും പറയുക, ഓരോ ശ്വാസവും നിങ്ങൾ എടുക്കുമ്പോൾ ഐ റിസീവ് ലവ്, ഞാൻ സ്നേഹത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുക. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ ഐ റിലീസ് ദ നീഡ് ഫോർ വാലിഡേഷൻ എന്ന് പറയുക. അതായത് മറ്റുള്ളവരുടെ വാലിഡേഷൻ എനിക്ക് ആവശ്യമില്ല, അത് വെളിയിലേക്ക് വിടുക. ഇങ്ങനെ ഒരു 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാം ഗോൾഡൻ ലൈറ്റ് ഇമാജിൻ ചെയ്യുക. അത് പതുക്കെ ആ ലൈറ്റ് എക്സ്പാൻഡായി നിങ്ങളുടെ ശരീരമൊട്ടാകെ നിറയുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് പറയുക, എനിക്ക് വാല്യൂ ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഐ ആം ഇനഫ്, ഞാൻ മതിയായ വ്യക്തിയാണ്, ഐ ആം സേഫ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പറയുക, എനിക്ക് വാല്യൂ ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്, ഐ ആം ഇനഫ്, ഐ ആം സേഫ്. അതിനുശേഷം ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാം. 1, 2, 3, പതുക്കെ കണ്ണുകൾ തുറക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.